ഇന്നെന്താ സ്ഥലത്ത് വെച്ച് പണിയില്ലേ? ഇല്ലപ്പാ, ഇപ്പൊ കൊറേ ആയി പോകാതെ. ഇല്ല, മീനൊന്നും കിട്ടിയിട്ടാ? ഇല്ലപ്പാ, ഒന്നും കുടുങ്ങിട്ടാന്ന് കഴിയുന്നില്ലപ്പാ. ഇന്ന് പോണ്ടേ? അമ്മ രാവിലെ തന്നെ തുടങ്ങിയിട്ടുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞ ഫോണിന്റെ കാര്യം എന്തായി? ഓ എണീറ്റാ? എന്താ പോകാനായില്ലേ? ബാബുട്ട ഫോണിന്റെ കാര്യം. വാഷിംഗ് മെഷീൻ എപ്പോ എടുക്കാനാണ് തീരുമാനം? കറക്റ്റ് സമയം. നാളത്തേക്കല്ലേ? ശരി ശരി, ഓക്കെ. എന്താ എന്റെ കൊത്തിയാ? ഇല്ലപ്പ, കൊറേ നേരമായി. എടാ ഈ മീനെന്താ ഇങ്ങനെ ഇരിക്കുന്നത്? അത് വന്നപ്പോഴേ ഉണ്ട്. ഒന്നുമില്ലടാ, വീട്ടില് മൊത്തത്തിലൊരു ശരിയില്ല കാര്യങ്ങൾ. അവള് ഫോണ് പോയിട്ട് കുറച്ചായി. ഫോണ് വേണം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്നാ പിന്നെ ഈ കോക്കൊരു ഫോൺ മേടിച്ചെടുത്തൂടെ? അതല്ലടാ, ഒരു വാഷിംഗ് മെഷീൻ മേടിക്കണം എന്ന് അമ്മയും കുറേ പറയുന്നു. നമുക്ക് പ്രായമായി വരികയല്ലേ, കൈവേദന നടുവേദനയിലേക്ക് എല്ലാം കൂടി മേടിക്കാനുള്ള പൈസ ഒരുമിച്ച് തികയൂല. ഇനിയിപ്പോ കുറി വിളിക്കുക വെച്ചാൽ ആകെ ഉണ്ടായൊരു കുറിയാണെങ്കിൽ അത് അത്യാവശ്യം വന്നപ്പോൾ വിളിക്കുകയും ചെയ്തു. ഇനി എവിടെന്നെങ്കിലും കുറച്ച് പൈസ തിരിച്ചിട്ട് ഫോൺ മണിക്കുക വെച്ചാൽ അമ്മ കുഴപ്പമാക്കും. ഇനി അമ്മക്കൊരു വാഷിംഗ് മെഷീൻ മേടിച്ചെടുത്താലോ ഓളോ വക അങ്കര വേറെയും. എല്ലാം കൂടി ഒരു പിടുത്തം കിട്ടാത്ത അവസ്ഥയെന്ന് പറഞ്ഞ കാര്യമാണ്. ഇതാ നിന്റെ പ്രശ്നം. അതിനല്ലേ ഈ പ്ലാനറ്റ്. ഒരു ഐഫോൺ മേടിക്കുമ്പോ ഒരു വാഷിംഗ് മെഷീൻ ഫ്രീ ഉണ്ട്, അതും ഫുൾ ഓട്ടോമാറ്റിക്. ഐഫോൺ വാങ്ങുമ്പോൾ വാഷിംഗ് മെഷീൻ ഫ്രീയാ? പക്ഷെ ഐഫോൺ നല്ല പൈസ ആവൂലടാ. അതിനല്ലടെ EMI. അതേടാ, മാസം അടച്ചാൽ മതി. ഒരു ദിവസം 85 റുപ്യ ആവും. എടാ അത് കൊള്ളാല്ലേ പരിപാടി. അതാകുമ്പോ ഓക്ക് ഫോണുമായി, അമ്മക്ക് വാഷിംഗ് മെഷീനുമായി, ഞാൻ EMI അടച്ചാൽ മതി. ഒരു പടിക്ക് 3 പക്ഷി. എടുക്കുമോനെ വണ്ടി, വിടുമോനെ ഈ പ്ലാന്റിലേക്ക്.